പടം ഇതുവരെ പോരാണ്. ഇതിനിയാസം എങ്ങനെയാണെന്ന് അറിയില്ല. വയലൻസിൽ പടം പോറ് ഇതുവരെ കൊള്ളൂല. ഇതിനിയാസം എങ്ങനെയാണെന്ന് അറിയില്ല. പാത്രം കൊല്ല കഥ ഇല്ലെന്നാ പടം. പടം ഒന്നും പറയാനില്ല. ഇൻട്രോളിനിയാസം കൊള്ളാണെങ്കിൽ പറയാം. അത് കൊള്ളാ, ഇത് കൊള്ളൂല. ഇൻട്രോൾ വരെ കൊള്ളൂല. ഇതിനിയാസം എങ്ങനെയാണെന്ന് അറിയില്ല. ബോറ് പടം. ഇൻട്രോളിനാസം ഇനി എന്തെങ്കിലും കാണിച്ച് കൂട്ടിയാലേ ഉള്ളൂ. തുടക്കത്തിലേക്ക് അണ്ണാജി എൻട്രിയൊക്കെ വേറെ ലെവലായിരുന്നു. കൊള്ളാം. പഴയ നമ്മളൊരു ചുള്ളൻ ചെറുക്കനെ പോലെ സൂര്യണ്ണൻ വന്നിട്ടുണ്ട്. പിന്നെ വയലൻസ് ഉണ്ട്, ശരിക്കും വയലൻസ് ഉണ്ട്. പിന്നെ നമ്മളെ മലയാളത്തിൽ ജോജു ജോർജ് ഉണ്ട്, പിന്നെ സ്വാസികയുണ്ട്. അതിൽ ജോർജ് ജോർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നടനാണ്. പിന്നെ എനിക്ക് കുറ്റം പറയുന്നില്ല ജോർജ് ജോർജിന്. സൂര്യനെ ആദ്യം ചുമ്മാ എടുത്തിട്ട് അടിക്കുകയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എത്രയെന്നും പറഞ്ഞിട്ട് നായകം കൊള്ളും, ഒറ്റയടിക്ക് തൂറിച്ചളയും. ജോർജ് കൊണ്ട് തൂറിപ്പോയി. ഞാൻ തിരികെ പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതേ ഉള്ളൂ. ആദ്യത്തെ പാട്ടൊക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ട്. ഫസ്റ്റ് പാട്ടുണ്ട് അണ്ണൻ്റെ ആത്തി എന്നുള്ളൊരു പാട്ടുണ്ട്, അത് കിട്ടില്ല കേട്ടോ, അത് രക്ഷയില്ല. പിന്നെ ഡപ്പാങ്കുത്താണ് ആ പാട്ട്. പിന്നെ പറയാനുള്ളത് ഇപ്പം ശരിക്കും ആയിട്ടുള്ളൊരിതായിട്ടില്ല, ഫസ്റ്റ് ഹാഫ് ആയതേ ഉള്ളൂ. അത് ഇനി സെക്കൻഡ് ഹാഫും കൂടെ നോക്കിയാലേ എനിക്ക് പടത്തിനെ കുറിച്ച് എനിക്ക് കറക്റ്റായിട്ടുള്ള ഫുൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തിയേറ്ററിൽ ഓണമുണ്ട്, സൂര്യണ്ണൻ്റെ മാസ് വരവൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത സെക്കൻഡ് ഹാഫ് ഒന്ന് കാണണം. ഡയറക്ഷൻ ഇപ്പോൾ ഇതുവരെ ഇപ്പോൾ പയ്യന്മാർക്കൊക്കെ യൂത്തായിട്ടുള്ള പയ്യന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് പുള്ളി ഇപ്പോൾ ചെയ്തു വെച്ചേക്കുന്നത്. അത് എപ്പോഴും വയലൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യണ്ണൻ്റെ ഒരു വൻ തിരിച്ചു വരവിന് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇതുവരെ അത്ര കുഴപ്പമില്ല. ഈ സെക്കൻഡ് ഹാഫ് കൂടെ നോക്കിയാലേ സൂര്യണ്ണൻ തിരിച്ച് വന്നിട്ടുണ്ടോ അല്ലേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാര്യം പടം ആദ്യം തുടങ്ങിയിട്ട് നമ്മൾ നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല. പടം ഇപ്പോൾ യൂത്തുകാർക്കൊക്കെ ഇഷ്ടപ്പെടും. പയ്യന്മാർ തിയേറ്ററിൽ ഡാൻസ് ആടും. അത് ഇറങ്ങി വന്നിട്ട് എൻ്റെ ഡാൻസ് ഒന്നാണ് എൻ്റെ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. പടം തുടങ്ങാറ ഞാൻ പോയിട്ട് വരാം. സൂര്യയുടെ കംബാക്ക് കിടിലം പടം. കാർത്തിക് സുബ്രാജ് പടം ഇങ്ങനെ ആയിരിക്കണം പടം. പേട്ടയ്ക്ക് അപ്പുറം ഫൈറ്റ് സീൻ ഓടി ഫൈറ്റ് സീനൊക്കെ നിർത്തമുള്ള ഫൈറ്റ് ഫുള്ള് ഫൈറ്റാണ്. പിന്നെ കംബാക്ക് പിന്നെ സ്വാഗ് കിടിലം പടം ബ്രോ, മസ്റ്റ് വാച്ച്. മരണസ്വാഗ് ഫസ്റ്റ് ഹാഫ് അടിപൊളി പടം. പിടിച്ചിരിക്കാനുള്ള എല്ലാം ഉണ്ട് ഈ പടം ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ സെക്കൻഡ് ഹാഫും കൂടെ കഴിഞ്ഞ ഫുൾ റിവ്യൂ എന്നാൽ എന്തായാലും സ്ക്രീനിൽ കൂടെ ചാൻസ് ഉണ്ട് നല്ലപോലെ. പിന്നെ നീ സെക്കൻഡ് ഹാഫും കൂടെ കണ്ട പറയാം ഫുൾ കൊള്ളാം. സെക്കൻഡ് ഹാഫും കൂടെ കണ്ടിട്ട് ഇതുവരെ സെറ്റാണ്. കാർത്തിക് സുബ്രാജ് പടം അത് തന്നെ മാസാണ്. ഇല്ല, സാറിന് പുള്ളിക്കാരൻ്റെ പടം അല്ല ഇൻട്രോയിൽ വരെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഇൻട്രോയിൽ കഴിഞ്ഞിട്ട് കാരണം പറയാൻ പറ്റില്ല. സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ നോക്കാം. ആക്ഷനൊക്കെ ഉള്ളതാണ്, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാലേ പറയാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനേറിയയിലൊന്നും പറയാൻ പറ്റത്തില്ല.